ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ RRB NDPC എക്സാം 2025. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ചിട്ടുള്ള നമ്മുടെ ഒരു സീരീസ് അല്ലെ ഒരു PYQ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ജോഗ്രഫിയിൽ നിന്നും നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു പാർട്ടിൽ നിന്നാണ് കേട്ടോ. ജോഗ്രഫിയുടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ ജോഗ്രഫിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ നമ്മുടെ ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ മാപ്പ്, അതുപോലെ തന്നെ ഫിസിയോഗ്രാഫിക്ക് മുമ്പ് നമ്മുടെ മാപ്പ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ ബേസ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മാപ്പ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ. സോ അതിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യംസും എന്തൊക്കെയാണ് ഇനി ഈ വർഷം ചോദിക്കാൻ ചാൻസും ഉള്ളതെന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെന്ന്. ഫസ്റ്റ് നോക്കിയോ, വിച്ച് ഈസ് ദി സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യൻ മെയിൻലാൻഡ്. കേട്ടോ, ഈ ടൈപ്പ് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തതാണ് വിച്ച് ഈസ് സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യൻ മെയിൻലാൻഡ്. സോ ഇതിലൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്ദിരാ പോയിന്റ് ആണ് അല്ലേ. ഇന്ദിരാ പോയിന്റ് അതെവിടെയാ? അത് ആൻഡമാൻ നിക്കോബാറിലാണ് ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് ഇരിക്കുന്നത്. സോ ഇതിലിപ്പോൾ അങ്ങനെ അല്ല, പല ഓപ്ഷനിൽ നമുക്ക് ഇന്ദിരാ പോയിന്റിന് ഓപ്ഷനേ ഇല്ല. പിന്നെ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇന്ത്യൻ മെയിൻ ലാൻഡ്. അപ്പോൾ ഇന്ത്യൻ മെയിൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ലാൻഡാണല്ലേ, പെനിൻസുല ലാൻഡ് അല്ലേ. നമ്മൾ ജീവിക്കുന്ന പെനിൻസുല ലാൻഡാണ് ഇന്ത്യയുടെ മെയിൻ ലാൻഡ്. കാരണം ആൻഡമാൻ നിക്കോബാർ ഒരു ഐലൻഡ് ആണല്ലേ. സോ അതിലെ ഏറ്റവും സദേൺ മോസ്റ്റ് പാർട്ട് എവിടെയാണ്? സോ നമുക്കറിയാം സദേൺ മോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലമായിരിക്കും, പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന എല്ലാ തമിഴ്നാട്ടിലെ സ്ഥലമാണ്. പാമ്പൻ, രാമേശ്വരം, ധനുഷ്കോടി, കന്യാകുമാരി. സോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ മെയിൻലാൻഡിലെ സദേൺ മോസ്റ്റ് പോർട്ട് ഓപ്ഷൻ ഡി കന്യാകുമാരിയാണ്. ഇവിടെയാണ് കന്യാകുമാരി. കന്യാകുമാരിയുടെ പോയിന്റ് ഉണ്ട്, പോയിന്റ് പേരാണ് ക്യാപ് കോമറൈൻ എന്ന് പറയും. ക്യാപ് കോമറൈൻ കേട്ടോ. ഈ ക്യാപ് കോമറൈൻ ആണ് ഇന്ത്യയുടെ മെയിൻലാൻഡിന്റെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതേ സ്ഥലമാണ് കന്യാകുമാരി. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നമ്മുടെ ബാക്കി പോയിന്റ് ഒക്കെ എവിടെയാണ് നോർത്തേൺ മോസ്റ്റ് പോയിന്റ് പറഞ്ഞത്? നോർത്ത് പോയിന്റ് അത് ഇന്ദിര കോളാണ് അല്ലേ. ഇന്ദിര കോളാണ് ഇന്ത്യയുടെ നോർത്ത്. ദെൻ ഇന്ത്യയുടെ വെസ്റ്റ് മോസ്റ്റ് പോയിന്റ് വെസ്റ്റ് നമ്മുടെ ഗുജറാത്താണ് സ്റ്റേറ്റ്. എവിടെയാണ്? ഗുഹാർ മോത്തി ഗുജറാത്ത്. ഈസ്റ്റ് ആണെങ്കിലോ, ഈസ്റ്റ് പറഞ്ഞത് അങ്ങ് അരുണാചൽ പ്രദേശിൽ ഏതാ പോയിന്റ്? കിബിത്തു ആണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ 4 പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് ആൻഡമാൻ നിക്കോബാറിലെ ഇന്ദിരാ പോയിന്റ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ മെയിൻലാൻഡിന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആൻസർ എടുത്തത്. ഓപ്ഷൻ ഡി കന്യാകുമാരി. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് പേരെന്താണ്? ക്യാപ് കോമറൈൻ. സോ ഈ 4 പോയിന്റും കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. നമ്മുടെ അടുത്ത ചോദ്യം, ഹൗ മെനി കൺട്രീസ് ഡസ് ഇന്ത്യ ഷെയർ ഇറ്റ്സ് ലാൻഡ് ബൗണ്ടറി? എത്ര രാജ്യവുമായിട്ടാണ് ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്? സോ നല്ലൊരു ചോദ്യമാണ്. സോ ഇതൊക്കെ ബേസിക് ചോദ്യമാണെങ്കിലും ഇത് ചില ആളുകൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും. സോ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് എത്ര അയൽരാജ്യമുണ്ട്? അത് മൊത്തം 9 അയൽരാജ്യമാണ് ഇന്ത്യക്ക് വരണല്ലേ. ഇന്ത്യക്ക് എത്ര അയൽരാജ്യമുണ്ട്? 9 അയൽരാജ്യം അല്ലേ. അത് ആരൊക്കെയാണെന്നറിയോ? ആരൊക്കെയാ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ദെൻ നമ്മുടെ ശ്രീലങ്ക, മാൽദീവ്സ്. സോ എത്ര രാജ്യം? ടോട്ടൽ 9 രാജ്യം. നമ്മുടെ ചോദ്യം ഇതിൽ എത്ര രാജ്യവുമായിട്ടാണ് ഇന്ത്യ ലാൻഡ് ബൗണ്ടറി? നമുക്കറിയാം ശ്രീലങ്കയും മാൽദീവ്സും 2 ഐലൻഡ് രാജ്യങ്ങളാണ്. സോ അവർ രണ്ടുമായിട്ടും ഇന്ത്യക്ക് എന്ത് ബൗണ്ടറി വരൂ? സീ ബൗണ്ടറി വരൂ. സോ ടോട്ടൽ എത്ര രാജ്യവുമായിട്ട് ഇന്ത്യക്ക് ലാൻഡ് ബൗണ്ടറി ഉണ്ട്? 7. സോ ആൻസർ ഏതാ? ഓപ്ഷൻ എ 7. സിമ്പിൾ ചോദ്യം അല്ലേ. ടോട്ടൽ 9, അതിൽ 7 രാജ്യവുമായിട്ട് ഇന്ത്യക്ക് എന്താണ്? ലാൻഡ് ബൗണ്ടറി. 2 രാജ്യവുമായിട്ട് ഇന്ത്യക്ക് സീ ബൗണ്ടറി. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ഇപ്പോൾ സീ ബൗണ്ടറി എത്രയും ചോദിച്ചാൽ ഇന്ത്യ എത്ര രാജ്യമായിട്ട് സീ ബൗണ്ടറി ഉണ്ട്? 2 രാജ്യവുമായിട്ടാണ് ഇന്ത്യക്ക് സീ ബൗണ്ടറി. 7 രാജ്യവുമായിട്ടാണ് ഇന്ത്യക്ക് ലാൻഡ് ബൗണ്ടറി വരുന്നത്. സോ എത്രയാണ് ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ബൗണ്ടറി എന്നറിയോ? അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. എത്രയാണ് ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ബൗണ്ടറി? ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 15,100 കിലോമീറ്റർ ആണ്. ഇതൊരു അപ്രോക്സിമേറ്റ്ലി ആണ് കേട്ടോ. 15,100 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ബൗണ്ടറി എന്ന് പറഞ്ഞത്. ഒരു ബോക്സിൽ ഇട്ട് വെച്ചോ, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ബൗണ്ടറി എത്രയാണ്? 15,100 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ അപ്രോക്സിമേറ്റ് ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത്.
ഓക്കെ, അതിൽ എത്ര രാജ്യം? 7 രാജ്യവുമായിട്ടാണ് ഇന്ത്യക്ക് ലാൻഡ് ബൗണ്ടറി ഉള്ളത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രി ഡസ് ഇന്ത്യ ഷെയർ ഇറ്റ്സ് ലോങ്സ്റ്റ് ലാൻഡ് ബോർഡർ? യെസ്, നമ്മളിപ്പോൾ പറഞ്ഞു ഇന്ത്യ 7 രാജ്യമായിട്ട് ലാൻഡ് ബൗണ്ടറി ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ആരുമായിട്ടാണ്? ദ ലോങ്സ്റ്റ് ഇന്റർനാഷണൽ ബൗണ്ടറി, ഓപ്ഷൻ ഡി ബംഗ്ലാദേശുമായിട്ടാണ്. കേട്ടോ, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഏകദേശം 4100, ഇതൊരു അപ്രോക്സിമേറ്റ്ലി ആണ് കേട്ടോ, 4100 കിലോമീറ്റർ നമുക്ക് ആരുമായിട്ടുണ്ട്? ബംഗ്ലാദേശ്. അത് ടോട്ടൽ നമുക്കറിയാം 15,100 കിലോമീറ്റർ 7 രാജ്യവുമായിട്ടുള്ള. അതിൽ ബംഗ്ലാദേശുമായി മാത്രം തന്നെ എത്രയുണ്ട്? 4,100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. ആര്? ഇന്ത്യ ബംഗ്ലാദേശ്. സോ ഇന്ത്യ ബംഗ്ലാദേശ് ആണ് ലോങ്സ്റ്റ് ബൗണ്ടറി. ഇനി ഇതിപ്പം ഷോർട്ടസ്റ്റ് ആയിരുന്നെങ്കിൽ, ഈ ക്വസ്റ്റിൽ ഇപ്പോൾ ലോങ്സ്റ്റ് പകരം ഷോർട്ടസ്റ്റ് ആയിരുന്നെങ്കിൽ ആൻസർ അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ ഏറ്റവും കുറച്ച് വെറും 106 കിലോമീറ്റർ മാത്രമേ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബൗണ്ടറി വരുന്നുള്ളൂ കേട്ടോ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എത്രയാണ്? വെറും 106 കിലോമീറ്റർ. ഷോർട്ടസ്റ്റ് ആയിരുന്നെങ്കിൽ ആൻസർ അഫ്ഗാനിസ്ഥാൻ. സോ ചോയ്സ് ലോങ്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി ആരുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. അത് 4,000. ഇത് പഠിച്ചോ, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു കേട്ടോ. ഇത് PYQ ആണ്, കഴിഞ്ഞ NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യ 4100 കിലോമീറ്റർ ഏത് രാജ്യവുമായിട്ടാണ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്? ഇന്ത്യ ബംഗ്ലാദേശ്. ഇന്ത്യ ബംഗ്ലാദേശ് ആണ് കേട്ടോ. ഇവിടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാൻ എത്രയാണ്? 106 കിലോമീറ്റർ ആണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന? യെസ്, ഇന്ത്യ ചൈന ബൗണ്ടറി ഏതാണ്? ഓക്കെ, ഇപ്പൊ ഇതിൽ ഡുറൻഡ് ലൈൻ, ഇതൊരു ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ബൗണ്ടറിയാണ്. ആക്ച്വലി ഡുറൻഡ് ലൈൻ ഇന്നിപ്പം കണക്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്നും പറയാം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ് ഇത് ഡുറൻഡ് ലൈൻ. പിന്നെ റാഡ്ക്ലിഫ് ഇന്ത്യയും ആരാണ്? ഇന്ത്യയും പാകിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാനാണ് ഇത് റാഡ്ക്ലിഫ് ലൈൻ. സോ മക്മോഹൻ ആണ് നമ്മുടെ ആൻസർ. ഇന്ത്യ ചൈന. ഇന്ത്യക്ക് ചൈനയുമായി വരുന്ന ഒരു അതിർത്തിയാണ് ഏത്? മക്മോഹൻ ലൈൻ കേട്ടോ. റാഡ്ക്ലിഫ് ലൈനും മക്മോഹനും. റാഡ്ക്ലിഫ് ഇന്ത്യ പാകിസ്ഥാനും, മക്മോഹൻ ഇന്ത്യ ചൈനയും. ഇനി ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യൻ ചൈനയും തമ്മിൽ വേറൊരു അതിർത്തി കൂടിയുണ്ട് കേട്ടോ. അതാണ് LOCയും LOACയും. LOCയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് കൺട്രോൾ. ലൈൻ ഓഫ് കൺട്രോൾ കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനുമാണ് LOC. ഇനി LOAC, A ഫോർ ആക്ച്വൽ കൺട്രോൾ കേട്ടോ. A ഫോർ ആക്ച്വൽ കൺട്രോൾ, അത് ഇന്ത്യ ചൈന. ഇന്ത്യയും ചൈനയുമാണ് കേട്ടോ. LOAC, LOCയും ഉണ്ട്, LOACയും ഉണ്ട്. LOC ചോദിച്ചാൽ ആരൊക്കെ? ഇന്ത്യ പാകിസ്ഥാനും. LOAC ചോദിച്ചാൽ ആരാണ്? ഇന്ത്യയും ചൈനയുമാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ NTPCക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു നമ്മുടെ ഈ പാക് സ്ട്രെയിറ്റ്, പാക് കടലെടുക്ക് അല്ലേ? ആരൊക്കെ തമ്മിലാണ് സെപ്പറേറ്റ് ചെയ്യുന്ന? പാക് സ്ട്രെയിറ്റ് ഇന്ത്യ പാകിസ്ഥാനാണോ? അല്ല, ഇന്ത്യയും ശ്രീലങ്കയും അല്ലെ? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ആണ് ഇത് പാക് സ്ട്രെയിറ്റ്. കഴിഞ്ഞ NTPCക്ക് ചോദിച്ചോട്ടെ, കഴിഞ്ഞ NTPCക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. പാക് സ്ട്രെയിറ്റ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു? പാക് സ്ട്രെയിറ്റ്, പാക് കടലെടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കടലെടുക്കാണ് ഇത് പാക് സ്ട്രെയിറ്റ്. ഈ പാക് സ്ട്രെയിറ്റ് കൂടാതെ ഒരു കടൽ കൂടിയുണ്ട്, അതാണ് നമ്മുടെ ഗൾഫ് ഓഫ് മാന്നാർ. നമ്മുടെ ഈ രാമേശ്വരത്തെ നമ്മുടെ ശ്രീലങ്കയുമായി വേർതിരിക്കുന്ന ഒരു കടലെടുക്ക, ഗൾഫ് ഓഫ് മാന്നാർ. അപ്പൊ 2 കടലെടുക്കാണ് ഇന്ത്യ ശ്രീലങ്ക തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് പാക് സ്ട്രെയിറ്റും ഒന്ന് ഗൾഫ് ഓഫ് മാന്നാറും. ഇത് ഉത്തരവാണ് കേട്ടോ, ഗൾഫ് ഓഫ് മാന്നാർ കേട്ടോ. ഗൾഫ് ഓഫ് മാന്നാർ കടലെടുക്കും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു സ്ട്രെയിറ്റ് ആണ്, കടലെടുക്കാണ്. സോ 2 ആൻസർ ആണ്. പാക് സ്ട്രെയിറ്റും ആൻസർ ആണ്, ഗൾഫ് ഓഫ് മാന്നാറും എന്താണ്? ആൻസർ ആണ്. ഓക്കെ, സോ ബൗണ്ടറീസ് കൃത്യമായി പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും ബൗണ്ടറി ഈ ഒരു ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരും. ഈസി ആയിട്ട് കിട്ടും കേട്ടോ. മക്മോഹൻ, റാഡ്ക്ലിഫ്, അതുപോലെ തന്നെ ഏതാണ്? LOC, LOAC വരുമ്പം ചൈനയാണ്. അതുപോലെ ഒരു ഇതാണ് നമ്മുടെ 8 ഡിഗ്രി ചാനൽ. ഇതും ആക്ച്വലി ഇന്ത്യയും മറ്റൊരു രാജ്യത്തും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്, ബൗണ്ടറി ആണ് കേട്ടോ. 8 ഡിഗ്രി ചാനൽ ആരൊക്കെയെന്നറിയോ? നമ്മുടെ ഇന്ത്യയെ മാൽദീവ്സുമായി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് കേട്ടോ. ഇന്ത്യയുടെ നമ്മുടെ ലക്ഷദ്വീപിന്റെ ഭാഗമാണ് കേട്ടോ. ലക്ഷദ്വീപിനെയും മാൽദീവ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് 8 ഡിഗ്രി ചാനൽ. 8 ഡിഗ്രി ചാനൽ. അപ്പൊ ഇന്ത്യ മാൽദീവ്സ് എന്നും പറയാം. ഇന്ത്യ മാൽദീവ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ എത്രയാണ്? 8 ഡിഗ്രി ചാനലാണ്.
സോ അതും നോട്ട് ചെയ്ത് വെക്കുക. അതും ബൗണ്ടറി ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ് ഡസ് നോട്ട് ടച്ച് ഇന്റർനാഷണൽ ബോർഡർ? ഈ കൊടുത്തിരിക്കുന്ന ഏത് സ്റ്റേറ്റ് ആണ് ഒരു ഇന്റർനാഷണൽ ബൗണ്ടറി ഷെയർ ചെയ്യാത്ത? ഇപ്പം നമ്മൾ വെസ്റ്റ് ബംഗാൾ നോക്കിയാൽ കാണാം, വെസ്റ്റ് ബംഗാളിനൊക്കെ ബംഗ്ലാദേശുമായിട്ടൊക്കെ ബൗണ്ടറി ഉണ്ട്, സോ അതല്ല. പിന്നെ ഹിമാചൽ പ്രദേശിന്റെ ഒരു വശം ചൈനയാണല്ലേ, സോ എന്തായാലും ഹിമാചൽ അല്ല. പഞ്ചാബ് നോക്കുമ്പോൾ പഞ്ചാബിന്റെ ഒരു സൈഡിൽ പാകിസ്ഥാനുണ്ട്, സോ അതുമല്ല. നമ്മൾ ഹരിയാന നോക്കുമ്പോഴാണെങ്കിൽ ഹരിയാനയ്ക്ക് ഹരിയാനയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്താണ്, ആരുമാറ്റും ബൗണ്ടറി ഇല്ല അല്ലേ, കാരണം ഹരിയാന നമുക്കറിയാം ഇടയിലാ കിടക്കുന്നത്. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ഹരിയാന. ഏതാണ്? ഓപ്ഷൻ ഡി ഹരിയാന. ഹരിയാനയ്ക്ക് ആരുമാറ്റും എന്തില്ല, ഒരു ഇന്റർനാഷണൽ ബൗണ്ടറിയും ഇല്ല. ഓക്കെ, സോ ആൻസർ ഏതാണ്? ഹരിയാന. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് കോസ്റ്റൽ ലൈൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ എത്രയെന്നാണ് ചോദ്യം. സോ ഇതും നല്ല ചോദിക്കാൻ ചാൻസ് ഒരു ചോദ്യമാണ്, ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ കൃത്യമായി പഠിക്കുക. 7516 കിലോമീറ്റർ ആണ് കേട്ടോ. കൃത്യമായി ബോക്സിലിട്ട് പഠിക്കുക. 7516 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ അപ്രോക്സിമേറ്റ് കോസ്റ്റൽ ലെങ്ത്, ഇൻക്ലൂഡിങ് ആൻഡമാൻ നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് കേട്ടോ. അവിടെയും കൂടെ കൂട്ടിയാണ് ടോട്ടൽ ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് 7516 എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ 9 സ്റ്റേറ്റുകൾക്കാണ് കടലുള്ളത് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ 9 സ്റ്റേറ്റുകൾക്കാണ് കടൽ പറഞ്ഞത്. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് കോസ്റ്റൽ ആർക്കെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഉള്ളത് കേട്ടോ, ലോങ്ങസ്റ്റ് കോസ്റ്റൽ ഗുജറാത്ത്. ഷോർട്ടസ്റ്റ് ചോദിച്ചാൽ ഏറ്റവും കുറവ് വരുന്നത് ഗോവയ്ക്കും കേട്ടോ. ലോങ്ങസ്റ്റ് കോസ്റ്റൽ ഗുജറാത്തും, ഷോർട്ടസ്റ്റ് കോസ്റ്റൽ ചോദിച്ചാൽ ഏറ്റവും കടൽ തീരം കുറവുള്ള ഷോർട്ടസ്റ്റ് കോസ്റ്റൽ ആർക്കാണ്? ഗോവയ്ക്കാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റൽ വരുന്നത്. ഓക്കെ, സോ ഇന്ത്യയുടെ അപ്രോക്സിമേറ്റ് കോസ്റ്റൽ ലെങ്ത് എത്രയാണ്? 7516 കിലോമീറ്റർ ആണ്. സോ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വെസ്റ്റ് ബംഗാൾ ഷെയർസ് ദ ബോർഡർ വിത്ത് ഹൗ മെനി കൺട്രീസ്? എത്ര രാജ്യങ്ങളുമായിട്ടാണ് വെസ്റ്റ് ബംഗാൾ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്? സോ വെസ്റ്റ് ബംഗാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിന്റെ ഒരു സൈഡിൽ ബംഗ്ലാദേശ് ഉണ്ട് അല്ലേ, ഒരു സൈഡിൽ നേപ്പാൾ ഉണ്ട്, ഒരു സൈഡിൽ ഭൂട്ടാൻ ഉണ്ട് അല്ലേ. സോ എത്ര രാജ്യവുമായിട്ടാണ്? 3 രാജ്യങ്ങളുമായിട്ട് അല്ലേ, 3 രാജ്യങ്ങളുമായിട്ടാണ് വെസ്റ്റ് ബംഗാൾ. നിങ്ങൾ മാപ്പ് കൃത്യമായി പഠിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ആ മാപ്പ് കൃത്യമായി പഠിക്കേണ്ടതാണ്. ഏതൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റേറ്റുമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്ന കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. സോ വെസ്റ്റ് ബംഗാൾ നോക്കുമ്പം ബംഗ്ലാദേശ് ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്. സോ 3 രാജ്യങ്ങളുമായിട്ടാണ് വെസ്റ്റ് ബംഗാൾ എന്ത് ചെയ്യുന്നത്? ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നിങ്ങൾ നമ്മുടെ അടുത്ത് ഇപ്പം സിക്കിം ചോദിച്ചാൽ പോലും അങ്ങനെയാണ്. സിക്കിം നോക്കുമ്പോഴും എങ്ങനെയാ? സിക്കിമിൻ്റെ ഒരു വശത്ത് ആര്? നേപ്പാളുണ്ട്. സിക്കിമിൻ്റെ ഒരു വശത്ത് മുകളിൽ ചൈനയുണ്ട്, ഒരു സൈഡിൽ ആരുണ്ട്? ഭൂട്ടാനുണ്ട്. സോ സിക്കിം 3 ആണല്ലേ. സോ നമ്മൾ അത് കൃത്യമായി ഏതൊക്കെ സ്റ്റേറ്റ് ഏതൊക്കെ അയൽ രാജ്യവുമാവും ബൗണ്ടറി ഷെയർ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഈ ഒരു പാറ്റേൺ ഉറപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ എക്സാമിന് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു പാറ്റേൺ മാത്രം നിങ്ങൾക്ക് എടുത്തിട്ട് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. സോ ഈ ഒരു പാറ്റേണിൽ ഉറപ്പായിട്ടും ഒരു 8 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഡസ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ നോട്ട് പാസസ്? നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസർ പറഞ്ഞാൽ എന്താ? നമ്മുടെ ലാറ്റിറ്റ്യൂഡാണ്. ഇന്ത്യയെ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി നോർത്ത് അല്ലേ, 23.5 ഡിഗ്രി നോർത്ത് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അത് ഇന്ത്യയെ കൂടെ കടന്നു പോകുന്നുണ്ട്. സോ ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്നത്? 8 സ്റ്റേറ്റുകളാണ് അല്ലേ. 8 സ്റ്റേറ്റുകളാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഈ 8 സ്റ്റേറ്റ് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഈ 8 സ്റ്റേറ്റ് കൂടെയാണ് ആര് കടന്നു പോകുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നമ്മുടെ ചോദ്യം ഇതിൽ ഡസ് നോട്ട് അല്ലേ, എവിടെ കൂടെയാണ് പാസ് ചെയ്യാത്തതെന്നാണ്. സോ നമ്മുടെ ത്രിപുര ഉണ്ടോ? യെസ്, ത്രിപുര ഉണ്ട്. ഒഡീഷ ഉണ്ടോ? ഒഡീഷ ഇല്ല. അപ്പോൾ ഒഡീഷയിൽ കൂടെ ആര് പോകുന്നില്ല. സോ ആൻസർ ഏതാ? നമ്മുടെ ആൻസർ ഒഡീഷയാണ്. ഇനി ബാക്കിയുടെ നോക്കാം. രാജസ്ഥാൻ ഉണ്ടോ? യെസ്,
രാജസ്ഥാനിൽ കടന്നു പോകുന്നുണ്ട്. മധ്യപ്രദേശ് ഉണ്ടോ? ശേഷം സെൻട്രൽ മധ്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. മധ്യപ്രദേശ് ഉറപ്പായിട്ടും ഉണ്ട്. മധ്യപ്രദേശ് ഉണ്ട്. സോ ആൻസർ ഏതാ? ഒഡീഷയാണ്. ഇത് നല്ല ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയുടെ കടന്നു പോകുന്ന സ്റ്റേറ്റ് ഏതൊക്കെ സ്റ്റേറ്റ്? 8 സ്റ്റേറ്റ്. 8ഉം കൃത്യമായി ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. 8 സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ ലൈസ് entirely in the northern hemisphere. The mainland extends between latitude dash and 30 degree 60 minute നോർത്ത്. അതായത് നമ്മുടെ ഇന്ത്യ നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫിഗർ നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യയെ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാടാ ഇന്ത്യ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ്? മെയിൻ ലാറ്റിറ്റ്യൂഡ് അത് നമ്മുടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത്. ഇപ്പം നമ്മൾ കണ്ട അല്ലേ. ഇനി നമ്മുടെ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നോർത്ത് ദാ ഇത് മുതൽ ദാ ഇതുവരെ ഏത് ലാറ്റിറ്റ്യൂഡാണ് കടന്നു പോകുന്നത്? ഇതിലിപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് നോർത്ത് അവരെത്രയും തന്നിട്ടുണ്ട്. എത്രയാ? 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ഇത് എത്ര ലാറ്റിറ്റ്യൂഡാണ്? ഈ കാണുന്ന ഈ നമ്മുടെ കന്യാകുമാരി കൂടെ പോകുന്ന ഇത് എത്ര ലാറ്റിറ്റ്യൂഡ് എന്നാണ് ചോദ്യം. സോ എത്ര നോടാ? ഇത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്താണ്. എത്ര ഡിഗ്രിയാണ്? 8 ഡിഗ്രി കേട്ടോ. സോ ആൻസർ ഉണ്ട് നമുക്ക് 8 ഡിഗ്രി 4 മിനിറ്റ്. ഇത് ഓപ്ഷൻ എ ആണ് ആൻസർ. കണ്ട, സോ അതാണ് ചോദ്യം കേട്ടാ. ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇവിടെ എത്ര ലാറ്റിറ്റ്യൂഡ് ഉണ്ട്? 30 ഡിഗ്രി അല്ലേ. അപ്പം ഇങ്ങനെയും ചോദിക്കാം. കാരണം 8 to 37 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര ഡിഗ്രി തന്നെയാണ്? 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലേ. 30 ഡിഗ്രി. സോ 8 ഡിഗ്രി മുതൽ 37 ഡിഗ്രി വരെ. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 6 ഡിഗ്രി നോർത്ത് വരെയാണ്. സോ അതിൽ നമുക്ക് നോർത്തിൻ്റെ അവർ തന്നു, സൗത്ത് നമ്മുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞത്. സോ എത്രയാണ് ആൻസർ? 8 ഡിഗ്രി 4 മിനിറ്റ് കേട്ടോ. ഓക്കെ, സോ നല്ലൊരു ചോദ്യമായിരുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി പഠിക്കുക. നമുക്കറിയാം ഒരു ലാറ്റിറ്റ്യൂഡ് മാറുന്നത് എത്ര കിലോമീറ്റർ കഴിയുമ്പോഴാണ്? എത്ര കിലോമീറ്ററിലാണ് ഒരു ലാറ്റിറ്റ്യൂഡ് മാറുന്നത്? 111 കിലോമീറ്റർ ആണ് അല്ലേ. 111 കിലോമീറ്റർ കഴിയുമ്പോൾ ഓരോ ലാറ്റിറ്റ്യൂഡും എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും അല്ലേ. സോ നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം നോർത്ത് സൗത്ത് ലെങ്ത് എന്ന് പറയുന്നത് തന്നെ അത്രയും ഉണ്ടല്ലേ. ഏകദേശം 3200 സംതിങ് കിലോമീറ്ററാണ് വരുന്നത് അല്ലേ. 3200 സംതിങ് പറയാം, 3300 റേഞ്ചിലൊക്കെ വരും അല്ലേ. 3300 എന്ന് പറയുമ്പം 3300 ഡിവൈഡ് ബൈ 111 നിങ്ങൾ ചെയ്ത് നോക്കിയാണ് എത്രയാ? 30 വരും. സോ 30 ഡിഗ്രി. അതാണ് ഇന്ത്യയുടെ മോളും താഴെയും 30 ഡിഗ്രി അടുപ്പിച്ചുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഹെഡ് ഓഫ് ഗ്രീൻവിച്ച് മെയിൻ ടൈം ബൈ എത്രയാണ്? സോ നമ്മളിപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ ഇതായി കണ്ട ഈ ഫിഗർ തന്നെ നമുക്ക് ചെയ്യാം. അപ്പം ഇതാണ് ഇന്ത്യ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ്. ഇനി ഇന്ത്യ കൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട് അല്ലെ. ഇന്ത്യ കൂടെ കടന്നു പോകുന്ന എന്താണ്? ലോഞ്ചിറ്റ്യൂഡ്. ഏതെന്നറിയോ ഇന്ത്യ കൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ്? അത് ഏതാടാ? ഇന്ത്യ കൂടെ കടന്നു പോകുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് കേട്ടോ. ഇന്ത്യ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 ഡിഗ്രി നോർത്തും, ലോഞ്ചിറ്റ്യൂഡ് എത്രയും ചോദിച്ചാൽ അത് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. 82 ഡിഗ്രി അഥവാ നമ്മുടെ IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇന്ത്യ കൂടെ കടന്നു പോകുന്നത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാ? ഒരു പ്രദേശത്തിൻ്റെ സമയം അറിയുവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ സമയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതൊക്കെ സ്റ്റേറ്റ് കടന്നു പോയല്ല, ഇത് ഏതൊക്കെ സ്റ്റേറ്റ് എന്ന് ചോദിക്കും കേട്ടോ. ഈ IST കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. 5 സ്റ്റേറ്റിലാണ്. നോട്ട് ചെയ്ത് കേട്ടോ. IST കടന്നു പോകുന്ന നമ്മുടെ 82.5 ഡിഗ്രി ഈസ്റ്റ് കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ ഇന്ത്യയിലെ ഏതൊക്കെ? 5 സ്റ്റേറ്റാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. മറ്റേത് 8 സ്റ്റേറ്റ് അല്ലേ. മറ്റേത് 8 ആയിരുന്നു. ഇത് 5 സ്റ്റേറ്റിൽ ആര് കടന്നു പോകുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല. നമ്മൾ ചോദിച്ചത് എന്താ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര കൂടുതലാണ്? അപ്പോൾ ഈ ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോഞ്ചിറ്റ്യൂഡിൻ്റെ 0 ഡിഗ്രിയാണ് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡിൻ്റെ 0 ഡിഗ്രിയാണ് ഏത്? GMT ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയും കേട്ടോ. സോ അതും നമ്മുടെ ISTയും തമ്മിൽ IST ഡിഗ്രി എത്ര? 82.5 ഡിഗ്രിയാണ് അല്ലേ. 82 ഡിഗ്രി അല്ലേ നമ്മുടെ IST.
തമ്മിൽ എത്ര സമയത്തെ വ്യത്യാസമുണ്ട്? അതാണ് നമ്മുടെ ചോദ്യം. എത്ര സമയ വ്യത്യാസമുണ്ട്? അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിൽ ഓരോ ഡിഗ്രി മാറുമ്പോൾ, ഇതിപ്പോൾ 0 ആണെങ്കിൽ അടുത്ത് 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, ഇങ്ങനെ ഓരോ ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് വെച്ച് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. ഓരോ ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വെച്ച് കൂടും? ഓരോ ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് വെച്ച് കൂടും. സോ ഇവിടെ നമ്മൾ എത്ര ഡിഗ്രിയാണ് മാറിയിരിക്കുന്ന? 0-ൽ നിന്ന് 82.5. സോ 82.5 ഡിഗ്രി മാറുമ്പോൾ എത്രയാവും? അപ്പോൾ എത്രയേ ഉള്ളൂ? 82.5 ഇൻറ്റു 4 എത്രയാടാ? 330 മിനിറ്റ് കൂടും. 330 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 5 മണിക്കൂർ 30 മിനിറ്റ് അല്ലേ? കാരണം 300 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ, പിന്നെ എത്രയാ? 30. 5 മണിക്കൂർ 30 മിനിറ്റ് കൂടും. സോ ആൻസർ നോക്കടാ, 5 മണിക്കൂർ 30 മിനിറ്റ്. 5 മണിക്കൂർ 30 മിനിറ്റ്. സോ ഇതിലിപ്പം മിസ്റ്റേക്ക് ആണ്. ഇതായിരുന്നു, ഇത് 5 മണിക്കൂർ പ്രിന്റിങ് ടൈപ്പ് ചെയ്തിട്ട് മിസ്റ്റേക്ക് ആണ് കേട്ടോ. 5 മണിക്കൂർ 30 മിനിറ്റ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. 5 മണിക്കൂർ 30 മിനിറ്റ്. അത് 5.5 മണിക്കൂർ. 5.5 മണിക്കൂർ എന്താണ്? കൂടുതലാണ്. 5.5 മണിക്കൂർ എന്താണ്? കൂടുതലാണ്. സോ മനസ്സിലായില്ലേ? ഒരു ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് വെച്ച് കൂടും. സോ 82.5 മാറി. 82.5 മാറുമ്പോൾ 330 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ 30 മിനിറ്റ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇപ്പം ഞാൻ ഓരോ പാറ്റേണിൽ നിന്നും ഓരോ ചോദ്യം വെച്ച് എടുത്തത്. ഈ ശേഷം എവിടെ നിന്നൊരു 10-30 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് ജോഗ്രഫിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും അടുത്തടുത്ത ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതും അത് ഈ വർഷം എങ്ങനെയൊക്കെ ചോദിക്കുമെന്നുള്ള സീരീസ് നമ്മൾ ചെയ്തു. എല്ലാ സബ്ജക്റ്റിൽ നിന്നും നമ്മൾ ഓരോരോ വെച്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കൃത്യമായും ഇത് കണ്ട് ഇത് ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ച് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിന് മുന്നേ എല്ലാ ടോപ്പിക്കിൽ നിന്നും എന്തൊക്കെയാണ് ആവശ്യമുള്ളത് പഠിച്ച് പോകാൻ സാധിക്കും. സോ അടുത്ത ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.